വയനാട്ടിലേക്ക് പോകുന്നു. തവിഞ്ഞാൽ തലപ്പുഴ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. ഇന്ന് വൈകുന്നേരമാണ് പുഴയിൽ കുത്തൊഴുക്ക് ഉണ്ടായത്. നീരൊഴുക്ക് കൂടിയതിനാൽ പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിലെ ഷട്ടർ 75 സെന്റിമീറ്ററായി ഉയർത്തുമെന്ന് റിപ്പോർട്ട്. നാളെ രാവിലെ 8 മണിക്കാണ് ഷട്ടർ ഉയർത്തിവെക്കുക. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലി 9-ാം ബ്ലോക്കിൽ നിന്നും കുടുംബാംഗങ്ങളെ പിലാക്കാവ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. ഈ തവിഞ്ഞാൽ പഞ്ചായത്തിലാണ് തലപ്പുഴ ഒഴുകുന്നത്. തലപ്പുഴ ഈ മക്കിമല പ്രദേശത്ത് കാടിനുള്ളിൽ മലയിടിച്ചിൽ ഉണ്ടായെന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ തെളിനീരായി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന പുഴയാണ് തലപ്പുഴ എന്ന് പറയുന്നത്. അത് വൈകിട്ടോടുകൂടി അതിന്റെ രൂപം പൂർണ്ണമായി മാറിയിട്ടുണ്ട്. കാരണം കനത്ത രീതിയിൽ കുത്തി ഒഴുകുകയാണ്. മാത്രമല്ല കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരങ്ങളടക്കം കടപുഴകി എത്തുന്ന ഒരു സ്ഥിതി കൂടി കാണുന്നുണ്ട് പുഴയിൽ. വാർഡ് മെമ്പർമാർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. അവർ ഈ കീഴ്ത്തടങ്ങളിലുള്ള ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുഴയുടെ തീരത്തുള്ളവരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളടക്കം രംഗത്ത് ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. മക്കിമലയ്ക്ക് അകത്ത് ഉൾക്കാട്ടിൽ ഈ മലയിടിച്ചിലുണ്ടായി എന്നുള്ള സംശയമാണ് ആളുകളെല്ലാം പ്രകടിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന്. വൈകിട്ട് മുതൽ തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിൽ മഴ പെയ്ത്തുണ്ട്. പൊയിൽ, കാപ്പിക്കളം, അതോടൊപ്പം തന്നെ ചുങ്കം, കമ്പിപ്പാലം, എസ് വളവ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ പുഴ കയറുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും വലിയ കാറ്റും പല മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ശക്തമായ രീതിയിലുള്ള ഒരു കാറ്റാണ് പല മേഖലയിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്.